തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കേട്ടാ. സോറി ഏട്ടാ, എന്നോട് കുറച്ച് ക്ഷമിക്കുമോളെ. താലി കോർക്കാൻ കൊടുത്തിരിക്കുക. നീ നിന്റെ അനിയത്തെ ആശീർവദിക്ക്. ഏട്ടാ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കേട്ടാ. ഏട്ടനെ വിട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഏട്ടന് ഒരു പ്രശ്നം വരാതിരിക്കാനാ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. നാട്ടുകൂട്ടത്തിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോയത്. എന്നോട് ക്ഷമിക്കേട്ടാ. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? സ്വന്തം അനിയത്തി കാല് പിടിച്ച് കരയല്ലേ? കഴുത്തിൽ താലി വീണിട്ട് 16 ദിവസം പോലും ആയിട്ടില്ല. ഇവളുടെ താലി മാറ്റൽ ചടങ്ങാ നടന്നിരിക്കുന്നത്. നിങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചി ചോദിച്ചോണ്ടിരിക്കുക. കുറച്ചെങ്കിലും മനസ്സലിഞ്ഞൂടെ? ഞാൻ ചേട്ടനോട് അപേക്ഷിക്ക, അവളോട് ഒന്ന് ക്ഷമിക്കേ. അവള് പറയുന്ന ഒന്ന് കേക്ക്. വീട്ടിൽ നിന്നും മനസ്സിൽ നിന്നും പടിയിറക്കി വിട്ടവരോട് ദയ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടാ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കേട്ടാ. ഏട്ടൻ എന്നെ തല്ലിയാലും ശിക്ഷിച്ചാലും വഴക്ക് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഏട്ടാ. ദേവാ, ഏട്ടനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ സഹോദരിയെ ഏട്ടൻ എങ്ങനെ ശിക്ഷിച്ചാലും അതിൽ തെറ്റില്ല ഏട്ടാ. കഷ്ടമായിരുന്നാലും നഷ്ടമായിരുന്നാലും നരകവേദന ആയിരുന്നാലും എന്തായിരുന്നാലും ശരി, ഞാൻ സഹിച്ചോളാം ഏട്ടാ. എന്റെ ഏട്ടൻ എന്നോട് ക്ഷമിച്ചു എന്ന സന്തോഷത്തോടെ ഞാനെല്ലാം സ്വീകരിച്ചോളാം ഏട്ടാ. പറഞ്ഞില്ലേ ഏട്ടാ, 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 എന്നോട് ക്ഷമിക്കേട്ടാ. ഏട്ടാ, ഏട്ടാ, നിക്ക് അളിയ, നിക്ക്. എഴുന്നേക്ക്. അളിയ, പ്ലീസ് അളിയ, ഞാൻ പറയുന്നത് കേക്ക്. വഴിന്ന് മാറാം. ഞാൻ തൊഴുത് അളിയനോട് കെഞ്ചി പറയുക, എന്തിനാ എങ്ങനെ ചെയ്യുന്നത്? നിന്റെ അനിയത്തി നിന്റെ കാല് പിടിക്കല്ലേ, ക്ഷമിക്കാൻ വേണ്ടി അപേക്ഷിക്കല്ലേ. ഒരു തവണ ഒന്നും ക്ഷമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അളിയ. ഒന്ന് ക്ഷമിക്കളിയ, ഞാൻ തൊഴുത് പറയുക. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ. നീ അഭിനയിക്കാൻ മിടുക്കനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കൺമുന്നിൽ നിന്ന് മാറി നിൽക്ക്. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? അളിയ, അളിയ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ മനസ്സറിഞ്ഞ് നിന്റെ കാല് പിടിക്കുകയാണെന്ന് നീ ശരിക്കും വിചാരിക്കുകയാണോ? അളിയ, ഞാൻ പറയുന്നത് കേക്ക്, പ്ലീസ് അളിയ. നീ പറഞ്ഞതുപോലെ ഇതും ഒരു അഭിനയം തന്നെയാ, ശരിക്കും ഒരു നാടകം. നിന്റെ അനിയത്തിയുടെ കഴുത്തിൽ എങ്ങനെയോ എൻ്റെ കൈ കൊണ്ടൊരു താലി കയറി. അവളുടെ ജീവിതം ഇനി ഒരു നരകമായിരിക്കും, നീ മനസ്സിൽ വെച്ചോ. അവളെ ഞാൻ ഭാര്യയെ പോലെ നോക്കുവാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവളെന്റെ വീട്ടിലെ വെറും ഒരു ഷൂ തുടയ്ക്കുന്ന ജോലിക്കാരിയാ. അളിയ, പ്ലീസ് അളിയ, ഞാൻ നിന്റെ കാല് പിടിക്കല്ലേ. നിന്റെ അനിയത്തെ പോലെ ഞാൻ നിന്റെ കാല് പിടിച്ച് പറയൂ അളിയ, പ്ലീസ് അളിയ. അവളോട് നീ ഒന്ന് ക്ഷമിക്കളിയ. എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. രണ്ടും മുഖം വെച്ച് നീ എന്നോട് പെരുമാറിയാലുണ്ടല്ലോ. പെരുമാറുവാടാ. നിന്റെ അനിയത്തിയെ ഞാൻ വീണ്ടും വീണ്ടും നരകം എന്താണെന്നുള്ളത് കാണിക്കും. അവളെന്റെ വീട്ടിലെ ബാത്റൂം കഴുകി, വേസ്റ്റും തൂത്തുവാരി പാത്രവും കഴുകി, എന്റെ ഷൂവും പോളിഷ് ചെയ്ത് ശമ്പളവും വാങ്ങിച്ച ജോലിക്കാരിയെ പോലെ അവള് ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം. ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഞാൻ. നീ നിനക്ക് തോന്നുന്നത് ചെയ്യും. അളിയ, അളിയ, പ്ലീസ് അളിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളുടെ കഴുത്തിൽ താലി വീണ്ടും കെട്ടിയാലും
അവളുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടാലും ശരി, എല്ലാവരുടെ മുന്നിൽ അതൊരു ഷോ മാത്രമായിരിക്കും. ഞാനിങ്ങനെ പറയുന്നത് കേട്ട് നീ എങ്ങാനും എന്നെ അടിച്ചാൽ നീയായിരിക്കും മണ്ടനാവുന്നത്. അളിയ, ഞാൻ പറയുന്ന കേക്കളിയാ. വിടറാ ദേവരാജ. ശ്രീദേവി എന്റെ സഹോദരി അല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ അല്ല എന്ന് പറഞ്ഞാലും ശ്രീദേവിയാ നിന്റെ ഭാര്യ. നീയും നിന്റെ ഭാര്യയും എങ്ങനെയാന്നുള്ളത് എന്റെ വിഷയമല്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചിട്ടോ, നല്ലതോ ചീത്തയോ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് നീ ജീവിതവുമായിട്ട് മുന്നോട്ട് വയ്ക്കോ. അല്ലാതെ രണ്ട് മുഖവുമായിട്ട് എന്റെ മുന്നിലോട്ട് വന്ന അതിലൊരു മുഖം ഞാൻ പിച്ചി ചിന്തി ദൂരെ കളയും. അളിയ, അളിയ, ഞാൻ നിന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നീയാണെങ്കിൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ അളിയ? ഒരു തവണ ഞാൻ പറയുന്നു കേക്ക്. നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ അടുത്ത നാട്ടിലെ ജോലിക്ക് വിട്ടിരിക്കുകയാണോ? പക്ഷേ നിന്റെ അമ്മ ഒളിച്ചോടിയെന്നാണല്ലോ കേൾക്കുന്നത്. അളിയ, എന്താ അളിയ ഇത്? അളിയ, എന്നാ നിന്റെ അനിയത്തിയെ ഞാനങ്ങനെ ജോലിക്ക് വിടുകയൊന്നുമില്ല. ചത്താലും ഞാൻ അവളെ ഒളിച്ചോടാൻ അനുവദിക്കില്ല. എന്റെ വീട്ടിൽ കിടന്ന് വേണം അവള് മരിക്കാൻ. അളിയ, ക്ഷമിക്കണമെന്ന് പറയുമ്പോ എന്നെ എന്തിനാ എങ്ങനെ അടിക്കുന്നത്? ഞങ്ങളോട് ക്ഷമിക്കാനല്ലേ പറഞ്ഞ, വേറൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അളിയ, ഞാൻ നിന്റെ അമ്മയെ കുറിച്ച് ഇനിയും പറയടാ. നീ എന്താ പറഞ്ഞേ? നിന്നെ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഏട്ടാ, ഏട്ടാ, അളിയ, എന്താ ഇത്? അമ്മേ, നിങ്ങളെല്ലാം എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എന്നെ അവൻ കൊന്നു കളയും. അളിയനോട് എന്നെ വിടാൻ പറയും. ഞാൻ ഇവനോട് ക്ഷമയല്ലേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇവനോടൊന്ന് പറയൂ. അളിയ, അളിയ, എടാ, അവനെ പിടിച്ച് മാറ്റ്. എന്റെ പേരക്കുട്ടി അവനെ അടിച്ച് കൊല്ലുമെന്നാ തോന്നുന്നേ. അടിക്കട്ടെ അമ്മേ, എന്റെ മകനെ കൊല്ലട്ടെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതേടി, അവനോട് എന്റെ മകൻ ക്ഷമ പറയുകയല്ലായിരുന്നോ? എന്നിട്ട് അടിക്കുമെന്നോ, കൊന്നുകളയുമെന്നോ? എന്റെ മകനെ കൊല്ലാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. എന്റെ അമ്മയെ പറ്റി വേണ്ടാത്തത് നീ പറയുമല്ലേ? എന്റെ സഹോദരി നീ കഷ്ടപ്പെടുത്തുമല്ലേ?
നിനക്ക് എത്ര അടി കൊണ്ടാലും ചാവാത്ത വിഷപ്പാമ്പാടാ. പാമ്പിനെ അടിക്കുന്നത് പോലെ തന്നെ നിന്നെ അടിച്ച് അടിച്ച് കൊല്ലണം. മോനെ ദേവാ, ചേട്ടാ വാടാ വാടാ വാടാ. നീ എത്രയും പെട്ടെന്ന് ഒന്ന് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നോ എനിക്ക് അത്രയും നല്ലത്. ഞാൻ എങ്ങനെയെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ മറ്റുള്ളവരുടെ കണ്ണില് ജീവിത അവസാനം വരെയും നീ ഒരു ദുഷ്ടനായിരിക്കും. അതാണടാ എനിക്ക് വേണ്ടത്. വാടാ വാ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നു. ആരെങ്കിലും അവനെ തടേ. അമ്മേ, എന്നൊന്ന് രക്ഷിക്കമ്മേ. അച്ഛാ, ദേ എന്നെ കൊല്ലാൻ വരുന്നു. ഏയ്, ആ ഗൗതമിനെ തടയടാ, തടഞ്ഞു നിർത്തടാ. ഓ, 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 ഓ. ഏട്ടാ വേണ്ട, വിട്ടേക്ക്. ഏട്ടാ ദേവാ, നിർത്തേട്ടോ. മതിയാ കേട്ട. നീ മാറി നിന്നോ, ഇവനെ ഞാനൊന്ന് കൊല്ലും. ഞാൻ ഏട്ടനോട് അപേക്ഷിക്കുക, ദയവേട്ടനെ ഒന്നും ചെയ്യരുത്, വിട്ടേക്കേട്ടാ. മാറിപ്പോ. ഇവനുണ്ടല്ലോ കൊന്നുകളോ. പക്ഷെ എന്നെ കൊന്നാ മാത്രമേ എന്റെ ഭർത്താവിനെ കൊല്ലാൻ കഴിയൂ. ആദ്യം ഇത് താഴെയിട്. ഏട്ടനോട് പറഞ്ഞത് ആദ്യം ഇതിനെ താഴെയിടാൻ. ഇനി ഒരിക്കൽ കൂടി എന്റെ ഭർത്താവിന്റെ നേരെ കൈ ഓങ്ങാൻ ഞാൻ അനുവദിക്കില്ല. അഥവാ ഇനി ഒരിക്കൽ കൂടി ദേവേട്ടന്റെ ദേഹത്ത് നിങ്ങൾ കൈവയ്ക്കാൻ നോക്കിയാ നിങ്ങളുടെ മാനം പോവും, പറഞ്ഞേക്കാം. വെക്കോ, ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് വെക്കോ. ഇവിടെ ഇനി നിൽക്കരുത്. എന്റെ ഭർത്താവിന്റെ അടുത്ത് പോലും നിങ്ങൾ വരാൻ പാടില്ല. എന്റെ ഈ താലിയെ ഇല്ലാതാക്കും വിധം നിങ്ങൾ ഒന്നും ചെയ്യാൻ തുനിയരുത്.
പറയാമോ? ലക്ഷ്മി, ഇവിടെ നിന്ന് പോവാൻ നമുക്ക്. ഇവിടെ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. ഏട്ടാ, ക്ഷേത്രത്തിൽ പോയാൽ പൂജ നടക്കണം. ഇവിടെ തല്ല നടക്കുന്നേ. നമ്മൾ എന്ത് നടക്കണമെന്ന് വിചാരിച്ചോ അത് തന്നെ നടക്കും. സത്യമാണ്. നല്ലത് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ല, അതുകൊണ്ട് അത് നടക്കില്ല. നിങ്ങൾ എപ്പോഴും ദോഷം മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടാ ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. എന്തവസ്ഥ? ഞങ്ങൾ എന്താ നടുറോട്ടിൽ വീണ് കിടക്കുകയാണോ? അതോ നമ്മൾ പിച്ചക്കാരുടെ അവസ്ഥയിലാണെന്ന് കരുതിയോ? അല്ല, എന്ത് കരുതിയിട്ടാ നീ ഞങ്ങൾ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? മരിക്കുന്നതിന് മുമ്പെങ്കിലും മാറുമെന്ന് കരുതിയിട്ടാ. നിന്നെ ഞാൻ അമ്മായി, മുത്തശ്ശി, അമ്മ എന്തിനാ അടിച്ചത്? ഇനി ഒരു വട്ടം കൂടെ ആവർത്തിച്ച പ്രായമൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. അയ്യോ, എന്തിനാച്ചാ എന്റെ അനിയനെ ഇങ്ങനെ അടിച്ചത്? ആ, നിന്റെ അമ്മയെ എന്റെ അമ്മ അടിച്ചതിന് ഇവന് എന്തുമാത്രം ദേഷ്യം വന്നോ, അതുപോലെ എന്റെ അമ്മയെ എതിർത്ത് സംസാരിച്ചതിന് എനിക്കും അങ്ങനെ തന്നെ ദേഷ്യം വന്നു. ഇവന് മുത്തശ്ശിയോട് ദേഷ്യം വന്നതുകൊണ്ട് ഞാൻ അവനെ തല്ലി. ഒന്ന് വെറുതെ ഇരിക്കാച്ചാ. അമ്മ എന്തിനാ കള്ളം പറഞ്ഞു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ രണ്ട് കുടുംബം തമ്മിൽ എങ്ങനെയും ഒന്നിച്ചിരിക്കാൻ വേണ്ടി അമ്മ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെ ചെയ്താൽ നമ്മൾ നശിക്കത്തേ ഉള്ളൂ ദേവ. ശത്രുക്കളായി നമ്മളെ കാണുന്നവർ നമ്മുടെ നിഴല് കണ്ടാ പോലും കത്തിയെടുക്കും. അങ്ങനെയുള്ളപ്പോ അമ്പലത്തിലായാലും അവിടത്തെ തൃശൂലമെടുത്ത് നമ്മളെ കുത്തിക്കൊല്ലാൻ പോലും മടി കാണിക്കാത്തവനവൻ. അങ്ങനെയുള്ള ഒരുത്തനുമായി എങ്ങനെ ബന്ധം സ്ഥാപിക്കും? അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയാ മുത്തശ്ശി? ഒരുമിക്കണം. ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ എല്ലാ ആഗ്രഹവും നടക്കണം. എടാ, ഓരോ സമയത്ത് നീ ഓരോന്നാണല്ലോ പറയുന്നേ. ഞങ്ങളോട് തന്നെ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നതെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് നീ ഗൗതമനോട് എന്തൊക്കെ പറഞ്ഞായിരിക്കും അവനെ ദേഷ്യം പിടിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നന്നായിട്ടുണ്ടല്ലോ. അമ്മയും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ വയസ്സിൽ ഇനി ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനാടാ? ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കണ്ണു നിറഞ്ഞ് അടുക്കളയിൽ പോയി നമുക്ക് വേണ്ടി പാചകം ചെയ്യും. അതല്ലാതെ ഇവരുടെ കൂടെ ഇനി താമസിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് തിരികെ പോവില്ലല്ലോ. ഒരേ ഒരു സഹോദരി കയ്യിൽ രാഖി കെട്ടാനായിട്ട് പോയപ്പോ പോക്കറ്റിൽ കൈയിട്ടാൽ മദ്യക്കുപ്പിയല്ലാതെ 10 പൈസ പോലും തരാനില്ലാത്ത ആ മുകുന്ദനാണ് ഇവളെ നോക്കാൻ പോകുന്നത്. അതോ ഇനി പ്രായപൂർത്തിയായി ഇത്രയും വർഷങ്ങളായിട്ടും സഹോദരിമാരെ എങ്ങനെ കല്യാണം കഴിച്ചു വിടുമെന്നോർത്ത് ടെൻഷൻ അടിക്കുന്നവനാണോ ഈ ഗീതയെ നോക്കാൻ പോകുന്നത്? നമ്മളല്ലാതെ ഇവൾക്ക് മറ്റൊരു ഗതിയുമില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നോ? എന്റെ അമ്മയെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ പോലെ നോക്കിക്കോളാം. മതി മോനെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു വാക്ക് മാത്രം മതി. എന്റെ ഉദരത്തിൽ ജനിച്ച ഒരുവൻ എന്റെ മനസ്സിനെ തന്നെ കൊന്നുകളഞ്ഞു.